അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നമ്മുടെ മക്കൾക്ക് പരീക്ഷകൾ നടക്കുകയാണ്. അർദ്ധവാർഷിക പരീക്ഷ, ക്രിസ്മസ് എക്സാം. മക്കൾ ഓരോ പരീക്ഷകളും വളരെ ഈസിയായി, വളരെ പെട്ടെന്ന് അവർ രാത്രിയിൽ വായിച്ചത്, തലേ ദിവസം വായിച്ചത്, നോക്കിയത്, മനസ്സിലാക്കിയത് ഒന്നും മറന്നു പോകാതെ പരീക്ഷാ ഹാളിലെത്തി ടപ്പ് പെട്ടെന്ന് തന്നെ അവർക്ക് എഴുതാൻ കഴിയുന്ന, അതിന് സാധിക്കുന്ന നല്ല ഒരു സൂറത്തിനെയാണ്, നല്ലൊരു മന്ത്രമാണ് ഇന്നത്തെ ഈ എപ്പിസോഡിൽ പരിചയപ്പെടുത്തുന്നത്. ഇതുപോലെ പതിവാക്കി നോക്കിയാൽ പരീക്ഷ കഴിഞ്ഞാലും അത് സ്ഥിരമായി നമ്മളതുപോലെ ചെയ്തു നോക്കുക. എല്ലാ ദിവസവും നമ്മൾ ചെയ്യുകയാണെങ്കിൽ, പ്രത്യേകിച്ചും ഈ പരീക്ഷാ കാലയളവിൽ നമ്മൾ കൃത്യമായി ചെയ്യുകയാണെങ്കിൽ, ഒരു മറവിയും കൂടാതെ, പഠിച്ചതൊന്നും മറന്നു പോകാതെ, വളരെ ഈസിയായി, വളരെ പെട്ടെന്ന് ഓരോന്നും മണിമണിയായി മനസ്സിലിങ്ങനെ വന്ന്, തലേ ദിവസം രാത്രിയിൽ ഒരു പ്രാവശ്യം നോക്കിയത്, വായിച്ചത്, ഒന്ന് പഠിച്ചത് പരീക്ഷാ ഹാളിലെത്തുമ്പോൾ മറന്നു പോകാതെ എഴുതാൻ വേണ്ടി സാധിക്കും. അവർ ചെയ്യേണ്ടത്, അവരുടെ വലതു കൈ ഹാർട്ടിൻ്റെ ഭാഗത്ത് വെക്കുക, അഥവാ നെഞ്ചിൻ്റെ ഇടതുഭാഗത്ത് വെക്കുക. അത് വെച്ചതിന് ശേഷം രാവിലെ സുബഹ് നിസ്കാര ശേഷവും അതുപോലെ വൈകുന്നേരം മഗ്‌രിബ് നിസ്കാര ശേഷവും ഇതുപോലെ ചെയ്യണം. സൂറത്തു ശറഹ് എന്ന് പറയുന്ന ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അലം നശ്റഹ് ലക സദ്റക വവളഅനാ അൻക വിസ്റക അല്ലദീ അൻഖള ളഹ്റക ورفعنا لك ذكرك فإن مع العسر يسرا إن مع العسر يسرا فإذا فرغت فانصب وإلى ربك فارغب. ആ കൈ അവിടെ വെച്ചുകൊണ്ട് ഈ സൂറത്ത് ഒരു പ്രാവശ്യം ഓതി ഇഷ്ഫി എന്ന് ആ നെഞ്ചിൻ്റെ ഭാഗത്തേക്ക് ഊതിക്കൊടുക്കുക. ഇത് മനുഷ്യൻ്റെ മനസ്സ്, ബുദ്ധിയൊക്കെ വിശാലമാക്കാൻ പറ്റുന്ന സൂറത്താണ്. ഇത് വേറെ രൂപത്തിലും എഴുതലും, വേറെ രൂപത്തിൽ എഴുതി കുടിക്കലും, അതിൻ്റെ ഒക്കെ മുഫസ്സിരീങ്ങൾ അത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിൻ്റെ ഒരു ഭാഗമാണ് ഈ മന്ത്രം. ഇത് തന്നെ ധാരാളമായി നമ്മുടെ മക്കൾക്ക് ഈ പരീക്ഷാ കാലയളവിലും എല്ലാ ദിവസവും ഇതുപോലെ നമ്മൾ ചെയ്തു കൊടുക്കുകയാണെങ്കിൽ, ഓതാൻ അറിയുന്ന കുട്ടികൾ അവർ സ്വന്തമായി ചെയ്യുകയും, ഓതാൻ കിട്ടാത്ത ചെറിയ മക്കളാണെങ്കിൽ അവർക്ക് നമ്മൾ ഓതിയിട്ട് ഇതുപോലെ ഊതിക്കൊടുക്കുകയും ചെയ്യുക. അതേസമയം ഹൈസ്കൂളിലും SSLCയിലും +2 +1 ഡിഗ്രിയൊക്കെ പഠിക്കുന്ന പെൺകുട്ടികളാണെങ്കിൽ അവർക്ക് ഓതാൻ പറ്റാത്ത സമയങ്ങളുണ്ടാകും. അവരൊന്നും പഠിക്കേണ്ടതില്ല, ഭയപ്പെടേണ്ടതില്ല, നിരാശപ്പെടേണ്ടതില്ല. ദിക്ർ, ഓർമ്മശക്തി ലഭിക്കാൻ, പഠിച്ചതൊക്കെ പെട്ടെന്ന് എഴുതാൻ ഉള്ള കഴിവ് ലഭിക്കാൻ അതിന് പറ്റുന്ന ഒരു ദിക്റാണ് എന്ന് കരുതുക. എന്നിട്ട് ദിക്ർ എന്ന രൂപത്തിൽ അവർക്ക് ഓതിയിട്ട് ചൊല്ലിയിട്ട് ഊതാവുന്നതാണ്. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ